വിജയരാഘവൻ സഖാവിന്റെ അതിഗംഭീര പ്രസംഗം തുടരാണ് മക്കളെ. നമ്മുടെ കോംറേഡ്സ് വിവാദ പ്രസംഗം നടത്താൻ മത്സരിക്കാൻ തോന്നുന്നു. അല്ല, കഴിഞ്ഞ ദിവസം മണിയാശാന്റെ വിപ്ലവ പ്രസംഗത്തിന്റെ ആഫ്റ്റർ എഫക്ട് കഴിഞ്ഞതിന് മുന്നേ അടുത്ത ആള് വേദിയിലെത്തിയല്ലോ. പൂരായണം എന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് വിവാദ രാഘവൻ. വിജയരാഘവൻ സഖാവിന്റെ പ്രസംഗം ആരംഭിക്കാൻ പോവാണ്. ജാഗ്രത. സഖാവിന്റെ പ്രസംഗത്തിനായി ലിറ്റിൽ വർഗീയത, ലിറ്റിൽ വിവാദം, ലിറ്റിൽ അധിക്ഷേപം, കടുവേറ പ്രസംഗം റെഡി. ഇപ്പൊ നമ്മളിവിടെ ഒരു സമരം നടത്തിയാൽ അത് സഹിക്കാൻ വയ്യാത്ത കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട്. സഹിച്ചൂടാ, അയ്യോ സമരോ പ്രകടനോ, പ്രകടനം നടത്താം, റോട്ടിൽ കൂടി നടത്തണ്ട, മലയിൽ കൂടി നടത്താം എന്നാണ്. പിന്നല്ലാണ്ട് പാർട്ടി പരിപാടിക്ക് വേണ്ടി റോഡിന്റെ നടുവിൽ ചെറിയൊരു സ്റ്റേജ് കെട്ടി ചെറുതായിട്ട് ഗതാഗതം തടസ്സപ്പെടുത്തി, ചെറുതായിട്ട് ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചു. അതിനിവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയത്? ശരിയല്ല. ഈ നാടും നാട്ടുകാരും പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകരും ആരും ശരിയല്ല. അവന്മാരന്ന് ഫുട്പാത്തിൽ സ്റ്റേജ് കെട്ടിയതിന് വരെ പ്രശ്നം ഉണ്ടാക്കിയില്ലേ? എന്താണിത്? വന്ന് ഞങ്ങളുടെ കോംറേഡ്സിന് ഒരു ഏകാധിപതിയെ പോലെ പെരുമാറാൻ പോലും പറ്റണ്ടായല്ലോ. ഈ തെരുവെങ്കിലും വിട്ടു തരൂ എന്നാണ് നമ്മൾ പറയുന്നത്. ഞങ്ങൾക്ക് സമരം ചെയ്യാൻ ഈ തെരുവ് അതിന് കാശ് കൊടുക്കണ്ടല്ലോ. ഈ റോഡിൽ കൂടെ വണ്ടി ഓടിക്കാനോ പറ്റണില്ല. അനന്തതയിലേക്ക് ഊളിയിട്ട് ഇറങ്ങി പ്രത്യയശാസ്ത്രത്തിന്റെ ആ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് റോഡിൽ 2 സ്റ്റേജ് കിട്ടിയതായി പ്രശ്നം. ഇവിടെ ഞാൻ നേരെ ടി വി നോക്കുന്നുണ്ട്, കുണ്ടുകൂടി ഇങ്ങനെ ചാടുന്നു ഓട്ടോറിക്ഷ. ഞാൻ നോക്കിപ്പോയി, കാരണം അപ്പൊ കുണ്ടിച്ചാടി, അയ്യോ കേരളം കുണ്ടിച്ചാടി, കേരളം കുണ്ടിച്ചാടി. റോഡായ കുറച്ച് കുണ്ടും കുഴിയൊക്കെ കാണും. ഈ കുണ്ടും കുഴിയൊക്കെ ഉണ്ടാക്കണത് ആരാ? ബൂർഷ്വാസികളല്ലേ. ബൂർഷ്വാസികളൊക്കെ കാറിലല്ലേ യാത്ര, അതും വലിയ കാറില്. ഇവരെല്ലാരും കൂടി കാർ പോകേണ്ട കാര്യമുണ്ട്, നടന്നു പോയപ്പോ ഇത്ര വലിയ കാർ വേണോ? അത് വേണം. ഇന്നൊരു കുഞ്ഞു കാർ പോയപ്പോ നമുക്കേ കാറിന്റെ അടുത്ത് നിന്ന് മാറിക്ക, അല്ലെങ്കിൽ ഇമ്മളെ പിടിച്ച് ബൂർഷ്വാസി ആക്കിയാലോ? എന്റെ പുണ്യ, എന്താണ് ഇതെല്ലായിടത്തും പൊട്ടി പൊളിഞ്ഞെടുക്കാനുള്ള? നല്ല റോഡ്. ഒരു 8 വരി പാത മാന്യമായി നീണ്ടു നിവർന്ന് ഈ കേരളത്തിലൂടെ പണിതുയർത്തി കണ്ടുപോകുന്നതിനുള്ള കണ്ണില്ലാത്ത ക്യാമറകളാണ് കേരളത്തിൽ ഇവരുടെ കയ്യിലിടുന്നത്. പിന്നെ ഈ കണ്ട പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരേ ഒരാൾക്കാരാണ്, മാധ്യമ പ്രവർത്തകർ. പിന്നല്ലാണ്ട് നാട്ടിൽ കണ്ട പ്രശ്നങ്ങളൊക്കെ വാർത്തയാക്കാൻ ഇവന്മാർക്ക് ഇത് എന്തിന്റെ കേടാണ്? ഞങ്ങളുടെ കോംറേഡ്സ് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ ആൾക്കാരാണെങ്കിലും മാധ്യമ പ്രവർത്തകരെ പണിയെടുക്കാൻ ഞങ്ങളുടെ കോംറേഡ്സ് സമ്മതിക്കില്ല. ആ ഗവർണർ പോകുമ്പോ ജനപ്രിയ ഗവർണർ പോയി എന്ന് ഞാൻ പത്രത്തിൽ വായിച്ചപ്പോ ആ എഴുതിയ പത്രത്തിലേക്ക് നോക്കി ഒരു 2 മിനിറ്റ് ഞാൻ ഇരുന്നു പോയി. ഭയങ്കരന്മാരാട്ടോ. ശരി, ഗവർണർ എന്നല്ലാണ്ട് പിന്നെ എന്തുട്ടാ പറയേണ്ടത്? ഗവർണർ ഒപ്പിടാത്തത് മൂലം ചില ബില്ലുകൾ ഇവിടെ വൈകി എന്നുള്ളത് ശരിയാണ്. അതിനുശേഷം ഇവിടെ എന്തുട്ടൊക്കെ കാട്ടിക്കൂട്ടിയത്? ആ ഗവർണറെ വഴി നടക്കാൻ സമ്മതിച്ചിട്ടുണ്ടെങ്കില് ഒക്കെ പോട്ടെ, പൊതുവേദിയിൽ ഒന്നിച്ച് വന്നപ്പോ ആരിഫ് മുഹമ്മദ് ഖാന്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്ക പോലും ചെയ്തില്ലല്ലോ സഖാവെ നിങ്ങള്. ചെറിയ പിള്ളേരെ പോലെ പിണങ്ങിരുന്നിട്ട് അതിനും കുറ്റം മാധ്യമ പ്രവർത്തകർക്ക്. ഈ വിജയരാഘവൻ സഖാവിന്റെ ശരിക്കുള്ള പ്രശ്നം എന്തുട്ടാന്നറിയോ? ഗവർണറുടെ കാര്യങ്ങൾ മാത്രല്ല, സർക്കാർ എടുത്ത പോരും മാധ്യമങ്ങൾ വാർത്തയാക്കും. അതെങ്ങനെ ശരിയാവും? ഇത് കേരളാണ്, ഇവിടെ രണ്ടും കൂടെ ഒന്നിച്ചു വേണ്ടട്ടോ. അങ്ങനെയില്ലേ കോമ്രേഡേ? ഒരിക്കലും ഇവരുടെ കൂടെ ഇല്ലല്ലോ. ചോദിച്ചതിന്റെ അളവ് കൂടിപ്പോയി. കിട്ടാത്തതിന്റെ കാരണേ ചോദിച്ചതിന്റെ അളവ് കൂടിപ്പോയി. ഏറ്റവും കൂടുതൽ കണക്കറിയുന്നവരൊക്കെ ഈ പത്രാഫീസിന്റെ അല്ലേ ജോലി ഉണ്ട്. TV ചാനലിലും മറ്റേ 9 മണി ചർച്ചയുടെ ആങ്കർ ആയിട്ടിരിക്കുന്ന ഒരു ആൽബർട്ട് ഐൻസ്റ്റൈനേക്കാളും വലിയ ശാസ്ത്രകാരന്മാരും കണക്ക് വിദഗ്ധന്മാരും അവരുടെ ഭാര്യ അവിടെ ഇരിക്കുന്നത്. അങ്ങനെ അവിടെ ഇരിക്കുന്നത് ഇവനാണല്ലോ സർവ്വവിജ്ഞാന കോശം. പിന്നല്ലാണ്ട് കണക്കുകളും കാര്യങ്ങളും വായുവിൽ എഴുതി കൂട്ടിയങ്ങ് തരും, അതങ്ങ് വിശ്വസിക്കണം. അല്ലാണ്ട് ഇങ്ങോട്ട് വളച്ചിലെടുക്കാൻ വരണ്ടേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സവിശേഷത, ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത്, കേരളത്തിൽ ഇപ്പോഴും ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് ഉണ്ട് എന്നുള്ളതാണ്. അത് ചെറിയൊരു കാര്യമല്ല. കനലൊരു തരിയായിട്ട് തന്നെ ഇതാവസ്ഥ. ഇനി അതല്ല അതൊക്കെ മേലെയായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? അങ്ങനെ സംസ്കാര സമ്പന്നനും അതിലുപരി വിജ്ഞാനപ്രദനുമായ നമ്മുടെ വിജയരാഘവൻ സഖാവ് മാധ്യമ പ്രവർത്തകരെ മാപ്ര എന്ന് വിളിച്ച് നിരന്തരം പരിഹസിച്ച് പ്രസംഗം തുടർന്നു. ഇതെങ്കിലും പാർട്ടിയിൽ ആരെങ്കിലും തിരുത്തിക്കോ എന്തോ? മാപ്ര എന്ന് പറയുന്നതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നതെന്ന് ഞാൻ അറിയില്ല. പക്ഷെ പൊതുവെ പറഞ്ഞു കേൾക്കുന്നത് മാധ്യമ പ്രവർത്തകർ. അതിന്റെ ആദ്യത്തെ മാ, പിന്നെ പറ. മാധ്യമപ്രവർത്തകർ എങ്ങനെ പരിഹാസമാവുക? മാധ്യമപ്രവർത്തനം മഹനീയമായ ഒരു ജോലിയല്ലേ. മാധ്യമ പ്രവർത്തനം മഹനീയ ജോലിയൊക്കെ തന്നെയാണ്. പക്ഷെ ആ പണിയെടുക്കാൻ നിങ്ങൾ സമ്മതിക്കണില്ലല്ലോ. അത് മാറ്റിയെടുത്ത് മാധ്യമ പ്രവർത്തകരെ നിങ്ങൾ മാപ്രാന്ന് വിളിക്കണ പോലെ കമ്മ്യൂണിസ്റ്റുകാരുടെ വാർത്ത കൊടുക്കുമ്പോ ഞങ്ങൾ കമ്മിന്ന് കൊടുക്കട്ടെ? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. അധിക്ഷേപ പരാമർശം നടത്തുന്നത് കോംറേഡ്സ്, അത് വീണ്ടും ആവർത്തിക്കുന്നത് കോംറേഡ്സ്, വിവാദമാകുമ്പോ അത് തിരുത്താതെ ന്യായീകരിക്കുന്നതും കോംറേഡ്സ്. കനലൊരു തരിയുടെ പവറേ. നേരത്തെ എന്തിട്ടാ പറഞ്ഞത്? അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോ വീണ്ടാമതും അധികാരത്തിൽ വരുന്നല്ലേ? വിശ്വാസം അതന്നെ എല്ലാം. ഇനി പറയാൻ പോണത് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കൂടിച്ചേരലിന്റെ കഥയാണ്.
11 വർഷത്തിന് ശേഷം പിണക്കം മാറിയ ഒരു കാഴ്ച നമ്മൾ എല്ലാരും കണ്ടു. എന്തൊക്കെയായിരുന്നു? പിണക്കം മാറുന്നു, കെട്ടിപ്പിടിക്കുന്നു, ആള് കൂടുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കി പറയുന്നു. അങ്ങനെ പെരുന്നയിലെ NSS ആസ്ഥാനത്ത് ആഘോഷരാവാണ് മക്കളെ. വളരെ കാലത്തിന് ശേഷം എന്റെ മനക്കിലേക്ക് സ്വാഗതം. 11 വർഷമായിട്ട് മിണ്ടാട്ടം മുട്ടിയവർക്ക് ഇന്ന് എത്ര പ്രശംസിച്ചിട്ടും വാക്കുകൾ കിട്ടുണ്ടായിരുന്നില്ല. എത്ര പെട്ടെന്നാണ് സുകുമാരൻ നായർക്ക് ചെന്നിത്തലാജി വീണ്ടും കണ്ണിലുണ്ണിയായത്. ചങ്കിട രമേശ് ചെന്നിത്തല വിളിച്ചത് കോൺഗ്രസ് എന്നുള്ള മുദ്രയിലല്ല. ശ്രീ രമേശ് ചെന്നിത്തല കളിച്ചു നടന്ന കാലം മുതൽ ഈ മണ്ണിന്റെ സന്തതിയാണ്. അവിടെ ഞങ്ങൾ രാഷ്ട്രീയം നോക്കിയില്ല. അതെ, അപ്പുറത്ത് ഞങ്ങളുടെ സതീശ് ചേട്ടനുണ്ട്. മൂപ്പരും കൂടെ ഒന്ന് ക്ഷണിക്കായിരുന്നില്ലേ? കോൺഗ്രസ്സുകാരനായിട്ട് വേണ്ട, അറ്റ്ലീസ്റ്റ് പ്രതിപക്ഷ നേതാവായിട്ടെങ്കിലും ക്ഷണിക്കായിരുന്നില്ലേ? മൂപ്പർക്ക് മൊത്തത്തിലൊരു ക്ഷീണം പറ്റിയിരിക്കുകയാണ്. അതുകൊണ്ടാണ്. രമേശ് എന്താ കുറവ്? മുഖ്യമന്ത്രിയായി കാണിക്കാനുള്ള എല്ലാ യോഗ്യതയും പ്രവർത്തന പാരമ്പര്യവും അതോടൊപ്പം തന്നെ ഇത്തരം ദീർഘമായ പാരമ്പര്യം കോൺഗ്രസിനകത്ത് ഉറപ്പിച്ചു നിന്ന് പ്രവർത്തിച്ച ഒരാൾ. എത്രയോ ചെറുപ്പത്തിലെ ഉന്നത നിലയിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു നേതാവ്. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. SNDPയുടെ ഭാഗത്തിൽ അമ്മ അറിഞ്ഞത് അന്ന് ഞങ്ങളുടെ സതീശേട്ടൻ മനസ്സിലായത്. NSS അതേ സുകുമാരൻ നായർക്ക് ഞങ്ങളുടെ സതീശേട്ടനും ടീമും കൂടെ ചെന്നിത്തലാജിനെ നൈസായിട്ട് ഒതുക്കിയതായിരുന്നു. എന്നിട്ട് നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ പൊക്കിക്കൊണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ശരിയാവും? NSSന്റെ ഒരു പുത്രനാണ്. അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ ഉള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. അവര് കുടുംബം മറക്കരുതെന്ന് മാത്രമേ നമുക്ക് ആഗ്രഹമുള്ളൂ. പോയി സതീശേട്ടന്റെ മുഖ്യമന്ത്രി കസേര പോയി. മുഖ്യമന്ത്രി സ്ഥാനത്തിന് യോഗ്യൻ ചെന്നിത്തലാജി ആണെന്ന് അന്ന് വെള്ളാപ്പള്ളി പറഞ്ഞപ്പോഴേ ഞങ്ങളുടെ സതീശേട്ടന്റെ മൂഡ് പോയതാ. ഇപ്പൊ ഇത് പിണക്കൊക്കെ പറഞ്ഞ NSS ആസ്ഥാനത്ത് എത്തി. ഞങ്ങളുടെ സതീശേട്ടൻ നടത്തിയ മാസ്മരിക മൂവ്മെന്റ്സ് ഒക്കെ പാഴായി പോവോ? NSS രമേശ് ചെന്നിത്തലയെ വിളിച്ചു. നല്ല കാര്യമല്ലേ? ഓരോ സംഘടനകൾ ക്ഷണിക്കുമ്പോ ഞങ്ങൾക്ക് സന്തോഷമല്ലേ? ഞങ്ങളെ മാറ്റി നിർത്തുന്നില്ല. ഇങ്ങനൊക്കെ ചിരിച്ചോണ്ട് പറയുന്നുണ്ടെങ്കിലും ആ ഉള്ളിലൊരു കനലെറിയുണ്ടെന്ന് നമുക്ക് അറിയാട്ടാ. അടുത്തതായി സതീശേട്ടന്റെ മുഖ്യമന്ത്രി മോഹങ്ങൾക്ക് മേൽ ഇടുത്തി വീഴ്ത്തിക്കൊണ്ട് സുകുമാരൻ നായർജിയെ ഉൾപ്പുളകം കൊളിച്ചുകൊണ്ട് ചെന്നിത്തലാജിയുടെ ഒരു ബൂം ചിക്ക വാവോ ഷോട്ട്. തികഞ്ഞ അഭിമാന ബോധത്തോടെയാണ് 148ാമത് മന്നൻ ജയന്തി ആഘോഷ പരിപാടികളിൽ നിങ്ങളോടൊപ്പം ഞാനും പങ്കെടുക്കുന്നത്. ചെന്നിത്തലാജി കുറച്ചുകൂടെ മോശം വരട്ടെ. ഞാൻ ഇതെന്റെ ജീവിതത്തിലെ ഒരു സൗഭാഗ്യമായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഈ മണ്ണുമായി അത്രമാത്രം ബന്ധമുള്ള ഒരാളാണ് ഞാൻ. കരയല്ലേ ചെന്നിത്തലാജി, കരയല്ലേ. ആ ബന്ധം ആര് വിചാരിച്ചാലും മുറിച്ചു മാറ്റാൻ കഴിയാത്തതാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ NSSന്റെ പുത്രനെ ചേർത്ത് നിർത്തി സുകുമാരൻ നായർജിയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ താങ്ങായി നിന്ന NSSനെ മാറോട് ചേർത്ത് ചെന്നിത്തലാജിയും അവിടെ ഒന്നിക്കാണ് സുഹൃത്തുക്കളെ, ഒന്നിക്കാണ്. വെള്ളാപ്പള്ളിയുടെ സപ്പോർട്ട്, NSSന്റെ സപ്പോർട്ട്, സമസ്തയുടെ സപ്പോർട്ട്. ഞങ്ങളുടെ ചെന്നിത്തലാജി ഒരു പൊളി പൊളിക്കും. ആര് വിചാരിച്ചാലും അറുത്തു മാറ്റാനാകാത്ത ബന്ധത്തിലൂന്നി ചെന്നിത്തലാജിയും സുകുമാരൻ നായർജിയും കൈകൾ കോർത്ത് നടന്നു നീങ്ങുകയാണ് സുഹൃത്തുക്കളെ, നടന്നു നീങ്ങുകയാണ്. സതീശേട്ടാ വിഷമിക്കണ്ടാട്ടാ, സ്റ്റേ സ്ട്രോങ്. സതീശേട്ടനെയും ആരെങ്കിലും ഏതെങ്കിലും പരിപാടിക്ക് ക്ഷണിക്കായിരിക്കും. ബെറ്റർ ലക്ക് ഓൺ നെക്സ്റ്റ് ടൈം.